കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെയുള്ള ഹൃദയം നിറഞ്ഞ വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ രാവിലെ സമയത്ത് വളരെ ഉന്മേഷത്തോടെ ആരോഗ്യത്തോടെ എഴുന്നേൽക്കേണ്ടതിന് വേണ്ടി കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തിയല്ലോ. തുടർന്ന് ദൈവവചനം കേട്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് പ്രവേശിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചത് മനുഷ്യനെ മാനസികമായി തളർത്തുന്ന മാരകമായ രോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഏതൊക്കെ മേഖലയിൽ നിന്നാണ് രോഗങ്ങൾ മനുഷ്യനെ കാർന്നു തിന്നുന്നത് എന്നുള്ളത് നാം ചിന്തിച്ചു കഴിഞ്ഞു. വളരെ ചുരുങ്ങിയ സമയം ഉള്ളതുകൊണ്ട് മുഖവരകൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവെഴുത്തിൽ നിന്ന് ഞാനൊരു വാക്യം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം 17-ാമത്തെ വാക്യം. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശകുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. ഈ സന്ദേശത്തെക്കുറിച്ച് വളരെ ഗൗരവമായി പ്രസ്താവിക്കേണ്ടതാണ്. അത് ഘട്ടം ഘട്ടമായി ഞാൻ നിങ്ങൾക്ക് ഇത് ഈ ആഴ്ചകളിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് യൂട്യൂബ് സന്ദേശമായതുകൊണ്ട് മാക്സിമം 10 മിനിറ്റ് അതിൽ കൂടുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ടായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഹിസ്കിയാ രാജാവിനെ കുറിച്ചുള്ള സന്ദേശം വളരെ വ്യക്തമായ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹിസ്കിയാവ് മരണകരമായ രോഗത്തിൻ്റെ പിടിയിൽ അമരുവാനിടയായി തീർന്നു. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് തൻ്റെ അടുക്കൽ ചെന്നിട്ട് നിൻ്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും എന്ന് വളരെ വ്യക്തമായി പ്രവാചകൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അദ്ദേഹം ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത ഒരു രാജാവായിരുന്നു. വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു രാജാവായിരുന്നു. ഒത്തിരി പ്രതിസന്ധികളെ മറികടന്ന ഒരു രാജാവായിരുന്നു ഹിസ്കിയാവ് രാജാവ് എന്ന് പറയുന്ന ആ മനുഷ്യൻ. കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നിലനിന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് തനിക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടാകുകയാണ്. താൻ മരിച്ചു പോകത്തക്ക നിലയിലുള്ള ഒരു രോഗം തന്നെ ബാധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ വളരെ വ്യക്തമായി പറയുന്നു, നീ മരിച്ചു പോകും, ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നു. അതിൻ്റെ 1-ാമത്തെ വാക്യം, മരിക്കത്തക്ക രോഗം എന്ത് ചെയ്തു? പിടിച്ചു. അപ്പോൾ മരണത്തെ മുഖാമുഖമായി കാണത്തക്ക നിലയിലുള്ള, അല്ലെങ്കിൽ പാതാളത്തിൻ്റെ വാതിൽ വരെ ചെന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് ദൈവം പുറകോട്ട് തന്നെ പിടിക്കുകയാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ആമേൻ, ദൈവം മുമ്പാകെ കരയുവാനിടയായി തീർന്നു. മരണകരമായ രോഗം തന്നെ തകർത്ത് കളയുവാൻ, ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയപ്പോൾ താൻ ചെയ്ത വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ മരണകരമായ രോഗം അവനെ പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ എന്ന് പറയുകയാണ്, നീ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഗ്രഹം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ വീടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായി നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ശരീരമാകുന്ന വീട് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. 2 മേഖലയിലുമായിക്കൊള്ളട്ടെ ക്രമപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു പ്രതിസന്ധി നമ്മെ നേരിട്ടാൽ ദൈവാലോചനകൾ
നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവം നൽകിയാൽ, വേദപുസ്തകം വായിക്കുന്നതിൽ കൂടെയോ പ്രാർത്ഥിക്കുന്നതിൽ കൂടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യോഗത്തിന് പോയിരുന്ന് ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിൽ കൂടെയോ ദൈവം നമ്മോട് സംസാരിക്കുക, ക്രമത്തിലാക്കുക. അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഇന്ന വിഷയങ്ങളുണ്ട്, അതൊന്ന് പരിഹരിക്കണമെന്ന് ദൈവവചനത്തിൻ്റെ ദൂത് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ നീ അത് പുറകോട്ട് മാറ്റിവിടേണ്ട കാര്യമില്ല. ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഞാൻ ഉറപ്പ് പറയുന്നു, എൻ്റെ ദൈവം വിടുവിപ്പാൻ തയ്യാറായി തീരും. അപ്പോൾ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക എന്ന് തന്നോട് പറഞ്ഞ ദൂതിൻ്റെ മുമ്പാകെ എന്നിട്ട് പറയാണ്, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കണ്ടോ എത്ര വ്യക്തമായിട്ട്, നീ മരിച്ചു പോകും, എന്ത് ചെയ്തില്ല, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അതിനകത്ത് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്നറിയോ? നീ മരിച്ചു പോവും, സൗഖ്യമാകത്തില്ല. ഇത് കേട്ടിട്ട് ഇത് കേട്ട ആ പ്രവാചകൻ്റെ ദൂത് കേട്ട ആ ഹിസ്കിയ രാജാവുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അവിടെ അയ്യോ യഹോവയെ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. സ്തോത്രം. ഇങ്ങനൊരു വിഷയം തൻ്റെ നേരെ വന്നപ്പോൾ മരിച്ചു പോകുമെന്നുള്ള മുന്നറിയിപ്പ്, സൗഖ്യമാകുകയില്ല എന്ന മുന്നറിയിപ്പ്, ഈ സന്ദേശം കേട്ട് ഒരാൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? എങ്ങനെ മനസ്സ് ഒന്ന് നേരെയാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കും? ഞാനൊരു കാര്യം ദൈവം, ജീവിതത്തിന് നേരെ എത്ര പ്രതിസന്ധികൾ വന്നാലും പ്രാർത്ഥനയിൽ നീ ദൈവവുമായി അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന് നിന്നോട് കരുണ തോന്നാൻ